ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ടോയ് കാർ, അതായത് പിള്ളേർ കളിക്കുന്ന 6 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് ടോയ് കാർ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇതിനായി നമുക്ക് വേണ്ടത് അത്യാവശ്യം ക്ഷമയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ലോജിക്കും പിന്നെ ഇത് ചെയ്തെടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ഇത് നന്നാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഇത് ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ക്രാപ്പ് എടുക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് 150 രൂപ കൊടുത്ത് വാങ്ങിച്ചെടുത്ത ഒരു ടോയ് കാറാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ അടുത്തതായി ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ പാർട്സുകളും സെപ്പറേറ്റ് ആക്കി എന്നുള്ളതാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് ഇതിന് മേലെ പെയിൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ വയറിംഗ് കിറ്റുകളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതും നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഊരി എടുത്ത് മാറ്റിയിട്ട് ശേഷമേ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ അതിൻ്റെ സ്വിച്ച് ഇതെല്ലാം നമുക്ക് ഏതെങ്കിലും കോമ്പൗണ്ട്സ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കേണ്ടതുമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാ പാർട്സും നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്യാൻ പോവാണ്. ആകെ കച്ചറാണ് അതിനകത്ത്, ഫുൾ കച്ചറാണ് ഇതിനകത്ത്. പിന്നെ ഓരോ പാർട്സായിട്ട് നമ്മൾ സെപ്പറേറ്റ് കഴുകണം. പിന്നെ അലക്കുകല്ലിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ കഴുകണം. മൊത്തം ഇത് ഇവിടെയൊക്കെ ഒരു കളറാണ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല, ഓരോ ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അത് കംപ്ലീറ്റ് വൈറ്റ് ആയ കാരണം കൊണ്ട് നമുക്ക് വൈറ്റ് പെയിൻറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ റെഡോ അല്ലെങ്കിൽ യെല്ലോ കളർ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ താഴെ അങ്ങനെ ഏതെങ്കിലും പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ താഴെ പെയിൻറ്റ് ചെയ്യണ്ട, അത് മാത്രം പെയിൻറ്റ് ചെയ്താൽ മതി. കംപ്ലീറ്റ് വാഷ് ചെയ്ത് കളയണം. പിന്നെ ഇതിൻ്റെ പാർട്സൊന്നും നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ടൊന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. അത് കാരണം കൊണ്ട് വേറെ ചെറിയ പാർട്സുകൾ ഉണ്ടാക്കി പിടിക്കാനൊന്നും വേണ്ട, കറക്റ്റായിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ പാർട്സുകളും കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു വൈറ്റ് പെയിൻ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് പെയിൻറ്റ് എടുക്കാനുള്ള കാരണം ഇതിൻ്റെ ബോഡി വൈറ്റ് ആയത് കാരണമാണ്. നമുക്ക് ബ്ലൂവോ അല്ലെങ്കിൽ റെഡോ ആക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പക്ഷേ എവിടെയെങ്കിലും വന്ന് ഇടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം പറഞ്ഞു പോരും. അപ്പോൾ ഇതാകുമ്പോൾ പറഞ്ഞു പോന്നാലും നമുക്ക് വൈറ്റ് തന്നെ അവിടെ കാണും. അപ്പോൾ വലിയ വൃത്തികേടുണ്ടാവില്ല. അത് കാരണമാണ് ഇവിടെ നമ്മൾ വൈറ്റ് എടുക്കുന്നത്. നമ്മുടെ പെയിൻറ്റിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വൈറ്റ് കളറായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ പിന്നീട് മാറ്റി ഒരു കോട്ട് വൈറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മളത് വൈറ്റ് കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ അത് ബ്ലൂ ആക്കിയിട്ടുണ്ട്. ബ്ലൂ എന്ന് പറയുന്നത് 2 കോട്ട് ബ്ലൂ സ്പ്രേ പെയിൻ്റാണ് നമ്മൾ ഇതിനകത്ത് അടിച്ചത്. അപ്പോൾ തികയാതെ വന്നപ്പോൾ നമ്മൾ അത് കാണാത്ത ഏരിയയിലൊന്നും നമ്മൾ അടിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ താഴത്തൊന്നും നമ്മൾ അടിച്ചിട്ടില്ല, മോൾ ഭാഗം മാത്രം. പിന്നെ അതേപോലെ തന്നെ ഈ ബ്ലാക്ക് ഭാഗങ്ങളിൽ കുറച്ച് ഭാഗം നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി WD-40 അടിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ നല്ലപോലെ എല്ലാ പാർട്സുകളും നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്.
നമുക്കിതിനകത്തൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാലേ പെയിൻറ്റൊക്കെ ഇതിന് മീതെ ഒട്ടിപ്പിടിക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ മിസ്റ്റേക്കാണ്. ഒരു കോട്ട് അടിച്ചതിന് ശേഷമാണ് ഇത് ഞാൻ അറിഞ്ഞത്. പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ തൽക്കാലം 2 കോട്ട് പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ മീതെ ക്ലിയർ അടിച്ചിട്ടുണ്ട്. ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടിയും ഈ പെയിൻറ്റുമായിട്ട് ലോക്കായി കിടക്കും. അപ്പോൾ കുറച്ച് കാലമൊക്കെ, അതായത് പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചതിൻ്റെ അത്ര നിൽക്കത്തില്ല, എന്നാലും കുറച്ച് കാലമൊക്കെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പിള്ളേർ ഇടിക്കുകയാണെങ്കിൽ ആ ഭാഗം പെയിൻറ്റ് പോരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഇന്നലെയാണ് അടിച്ചത്. ഇന്നേക്ക് ജസ്റ്റ് കൈ കൊണ്ട് ചുരണ്ടിയപ്പോൾ തന്നെ പതുക്കെ പോരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം കൂടി നമ്മൾ ഇതിനകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി ഉണങ്ങാനായിട്ട്. എന്നിട്ട് നമ്മൾ പാർട്സൊക്കെ ഫിറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ അവിടുത്തെ പെയിൻറ്റ് ഇളക്കി പോരാൻ ചാൻസസ് ഉണ്ട്. സുഹൃത്തുക്കളെ, നമുക്കിനി വയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇതിൻ്റെ ഒരു കൺട്രോളറാണ്, അതായത് റിമോട്ടുമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോളറാണിത്. ഇത് നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമോട്ട് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും. ഈ മദർ ബോർഡ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് നമുക്ക് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഇനി ഇതിലെ ഓരോ ഭാഗങ്ങൾ ഞാൻ പറയാം. ഇതിലാദ്യം കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ നേരെ ഈ ലെഫ്റ്റും റൈറ്റും തിരിക്കത്തില്ലേ ഈ സ്റ്റെയറിങ്ങിൻ്റെ, അതിൻ്റെ മോട്ടറിലേക്ക് പോകുന്നതാണ് ഈ ഒരു ഫസ്റ്റത്തെ വയർ എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ ഈ വീൽ ഡ്രൈവ് ഇല്ലേ, ബാക്കിലെ വീൽ, അതിലേക്ക് വരുന്ന മോട്ടറാണ് രണ്ടാമതെന്ന് പറയുന്നത്. ഇത് അതിൻ്റെ പവറാണ് വരുന്നത്. ഇത് നേരെ ബാറ്ററിയിലോട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ഓവർലോഡ് പ്രൊട്ടക്ഷൻ കിടപ്പുണ്ട്. ഇതിൽ നിന്നാണ് ഡയറക്റ്റ് ഇതിൻ്റെ ബാറ്ററിയിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ കൺട്രോളർ കണക്ട് ചെയ്ത് ഇതിൽ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ ഒരു വയർ എന്ന് പറഞ്ഞാൽ അത് നേരെ നമ്മൾ ഈ സ്റ്റെയറിങ്ങിലേക്കുള്ള മോട്ടറിലേക്ക് പോകുന്നുണ്ട്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത്, അതായത് ഇതിൽ രണ്ടാമത്തെ വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലെ വീലിലേക്കുള്ള മോട്ടർ. അപ്പോൾ 2 മോട്ടറാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഫസ്റ്റ് 2 പാർട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വരുന്നത് ഈ ഓവർലോഡ് പ്രൊട്ടക്ഷൻ അടക്കം നമ്മളത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഇതൊരു ഭാഗം എന്ന് പറയുന്നത്. ഇനി നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 സ്വിച്ച് വരുന്നുണ്ട്. ഇതിന് 2 സ്വിച്ച് എന്ന് പറയുന്നത് ഒന്ന് ബാക്കും ഫോർവേഡ് അടിക്കാനുള്ള ഒരു സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഒരു പവർ സ്വിച്ച് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വേറൊരു കാര്യം വിട്ടുപോയി. ഇതിനകത്ത് ഒരു ആക്സിലേറ്ററിൻ്റെ ഒരു സ്വിച്ചും കൂടി, അങ്ങനെ 3 സ്വിച്ചാണ്. 3 ടൈപ്പ് സ്വിച്ചുകളാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്, ഇതിൻ്റെ എൻഡിൽ വരുന്നത്. അതായത് ഈ വയറിങ്ങിൻ്റെ ലാസ്റ്റ് വരുന്ന ഈ വയർ കിറ്റിന് ലാസ്റ്റ് വരുന്നത് ഒരു മോട്ടറിലേക്കും സ്റ്റെയറിങ്ങിൻ്റെ മോട്ടറിലേക്കും ബാക്കി 3 സ്വിച്ച് ഭാഗങ്ങളിലുള്ള കണക്ഷനാണ്. ഇതിൽ നിന്ന് തന്നെയാണ്, അതായത് ഈ മെയിൻ സ്വിച്ചിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മ്യൂസിക് ബോർഡിലേക്കുള്ള കണക്ഷൻ പോകുന്നത്. അത് ഞാൻ കറക്റ്റായിട്ട് വിശദമായിട്ട് പറയാം. സുഹൃത്തുക്കളെ, ഞാൻ ഇത് ജസ്റ്റ് കണക്ട് ചെയ്തതേ ഉള്ളൂ. ഇത് ചെക്ക് ചെയ്തിട്ടില്ല, ഇതിൻ്റെ സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ മോട്ടർ വർക്ക് ചെയ്യുന്നു. മോട്ടർ 2 നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വിച്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. സ്വിച്ച് നമ്മൾ കറക്റ്റായിട്ട് W40 ഒക്കെ അടിച്ച് ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്വിച്ചും ഇതെല്ലാം ഊരി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതും ഊരി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി കംപ്ലൈൻ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഉള്ളത് ഈ ഓവർലോഡ് പ്രൊട്ടക്ഷനും കൂടി നമ്മൾക്ക് ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ വയറിങ് കൊടുക്കുകയാണേ. സുഹൃത്തുക്കൾ, ഇതിൻ്റെ വയറിങ് കൊടുത്ത് ഞാനിതിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റ് വർക്ക് ചെയ്ത് നോക്കുകയാണേ. ഇതിനെന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അത് ഇനി നോക്കണം. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഓവർലോഡ് സ്വിച്ച് ആയിരുന്നു, പ്രൊട്ടക്ടറായിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് ഒഴിവാക്കി ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു പ്രൊട്ടക്ഷനാണിത്. ഇത് കിട്ടുവാണെങ്കിൽ ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വയറിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബാറ്ററി, അതിനകത്ത് ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലെ വീലിലേക്കുള്ള മോട്ടർ, പിന്നെ സ്റ്റെയറിങ്ങിലേക്കുള്ള മോട്ടർ, പിന്നെ 3 ടൈപ്പ് സ്വിച്ചുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. ഞാൻ കാണിച്ചിരുന്നതാണ്. ഞാൻ ഇതിൻ്റെ സ്വിച്ച്
ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ ആക്സിലേറ്റർ ഒന്ന് ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിലേക്ക് ഇത് ഇടുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്യണം. റിവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേറെ വഴിയില്ല. ഇത് നമുക്ക് ഒന്നെങ്കിൽ മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ റിമോട്ട് വഴിയോ നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ തൽക്കാലത്തേക്ക് മൊബൈൽ ആപ്പ് വഴി നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത്. ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വർക്ക് ചെയ്താണ്ട് ഞാൻ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ റിമോട്ടിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ മൊബൈൽ ആപ്പ് വഴിയാണ് ജസ്റ്റ് ചെക്ക് ചെയ്തത്. അപ്പോൾ ഇതിന് മറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല. ഇതിൻ്റെ കംപ്ലീറ്റ് സ്വിച്ച് വർക്കിംഗ് ആണ്, 2 മോട്ടർ വർക്കിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ മദർ ബോർഡ് വർക്കിംഗ് ആണ്. നമ്മളിതിൽ എക്സ്ട്രാ നമ്മളിതിനകത്ത് ഒരു ബാറ്ററി നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ബാറ്ററി പോയതല്ല, നമുക്ക് ബാറ്ററി കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ബാറ്ററി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി കുറച്ച് LED നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മ്യൂസിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അതായത് നമ്മളിതിലേക്ക് മ്യൂസിക് ബോർഡ് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം. ഇതിന് പ്രധാനമായിട്ട് 3 കണക്ഷനാണുള്ളത്. അതിൽ റെഡ് കാണുന്നത് ഇതിൻ്റെ പവർ ഇൻപുട്ടാണ്. അതായത് ബാറ്ററിയിൽ നിന്ന് വരുന്ന 6 വോൾട്ട് ഇൻപുട്ടാണിത്. ഇത് നമ്മൾ ഈ ഒരു സ്വിച്ചിൽ നിന്നാണ് ഡയറക്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ രണ്ടാമതെന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ടാണ്. പിന്നെ വരുന്നത് ഇതിലേക്ക് മൂന്നാമത്തെ കണക്ഷൻ വരുന്നത് ഇതിൻ്റെ LED കണക്ഷനാണ്. LED ഇപ്പോൾ തൽക്കാലം ഇതിനകത്തുനിന്ന് കൊടുത്തിട്ടില്ല. പകരം ഈ സ്വിച്ചിൽ തന്നെ 2 കണക്ഷൻ, ഒന്ന് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിലേക്കും രണ്ടാമത് ഒരു സെപ്പറേറ്റ് ഒരു കണക്ഷൻ കൂടെ ഉണ്ട്. ഈ ഒരു കണക്ഷനിൽ നിന്നാണ് ഇതിൻ്റെ LED കണക്ഷൻസ്, അതായത് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റൊക്കെ ഇല്ലേ അതിനകത്തുള്ള കണക്ഷൻസൊക്കെ ഇതിനകത്തുനിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് എല്ലാ കണക്ഷൻസും വർക്കിംഗ് ആണ്. കണക്ഷൻസ് അല്ല, എല്ലാ പാർട്സും, ഇതിൻ്റെ എല്ലാ പാർട്സും വർക്കിംഗ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ക്രാപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ടോയ്സിനകത്ത് നമുക്കിപ്പോൾ വർക്ക് ചെയ്യാത്ത കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റം നമുക്ക് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ LED ബൾബ് കംപ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ, എല്ലാ LED ബൾബ് പോയിട്ടുണ്ട്. അതിൽ ഈ ഒരു ഭാഗത്ത് സ്ട്രിപ്പ് വർക്കിംഗ് ആണ് കേട്ടോ. ഇതൊക്കെ പോയ LED ആണ്. ഇതൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം ഇതിനകത്ത് ചിലവുകളൊന്നും വന്നിട്ടില്ല. കാരണം മെയിനായിട്ടുള്ളത് ബാറ്ററി നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഞാനിപ്പോൾ മാറ്റി പുതിയ ബാറ്ററി ആക്കിയിട്ടുണ്ട്. പിന്നെ 2 മോട്ടർ നമുക്ക് വർക്കിംഗ് ആണ്. പിന്നെ ഈ ഒരു പ്രൊട്ടക്ഷൻ സ്വിച്ച് അത് വർക്കിംഗ് അല്ല. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിത് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറെ ഒന്ന് കിട്ടുവാണെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒട്ടുമിക്ക ടോയ്സിൻ്റെയും ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു ഓവർലോഡ് പ്രൊട്ടക്ഷൻ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് നോക്കുക. പിന്നെ വരുന്നത് സ്വിച്ചുകളായിരിക്കും. സ്വിച്ചിനും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഒന്നും വർക്കിംഗ് ആവില്ല. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രാപ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളതൊരു റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ 2 മോട്ടർ ഞാൻ ക്ലീൻ ചെയ്ത് അഴിച്ച് അതിനകത്ത് ഗ്രീസൊക്കെ പുരട്ടി അത് ക്ലീൻ ചെയ്ത് വെച്ച്, അതേപോലെ തന്നെ ബോർഡും നേരത്തെ പറഞ്ഞ പോലെ ഞാനത് ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഏരിയയിലും സ്ലീവ് ഇട്ട് കട്ട് ചെയ്ത് പുതിയ വയർ കട്ട് ചെയ്ത്, പുതിയതല്ല ഇതിലുള്ള വയർ തന്നെ, എക്സിസ്റ്റിംഗ് വയർ തന്നെയാണ്, അത് കട്ട് ചെയ്ത് പക്ഷേ സ്ലീവൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കി വെച്ച് അങ്ങനെ എല്ലാം നമ്മൾ ഇതിപ്പോൾ വർക്കിംഗ് അല്ല, ഇത് ഞാൻ മാറ്റി വെച്ച് ബാക്കിയെല്ലാം കണ്ട മോട്ടറിൻ്റെ ഒക്കെ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ LED സ്ട്രിപ്പ് വർക്കിംഗ് ഉണ്ട്, അതിൻ്റെ സ്ട്രിപ്പ് വർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പാർട്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കധികം എക്സ്പെൻസ് ഇതിനകത്ത് വന്നിട്ടില്ല. ബാറ്ററി ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്.
പിന്നെ ഒരു 350-330 കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ആയി. പിന്നെ കുറച്ച് LED, പിന്നെ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് മാറ്റുക. അപ്പോൾ പിന്നെ കുറച്ച് പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ്, ഇതിൽ LED ഒക്കെ കുറേ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ 2 LED ഞാൻ ഇതിനകത്ത് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്ത് കാണിച്ചില്ല എന്ന് മാത്രം. ഇനി ഇതെല്ലാം കണക്ട് ചെയ്തു. എല്ലാ ഭാഗത്തും LED പൊട്ടിപ്പോയിട്ടുണ്ട് പഴക്കം ചെന്നിട്ട്. അപ്പോൾ നമ്മളൊരു റെഡ് കളറാണ് എടുക്കുന്നത്. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാറ്? അടിപൊളിയല്ലേ? ഇനി എനിക്ക് ഇതിനകത്ത് ചിലവായ തുക എത്രയും ഞാൻ പറയാം. എനിക്ക് ടോട്ടല് ഏകദേശം 800 രൂപ ഇതിൻ്റെ എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ 150 രൂപ ഞാനിതിൻ്റെ ടോയ് കാർ വാങ്ങിക്കാനായിട്ട് സ്പെൻഡ് ചെയ്തു. പിന്നെ അതുപോലെ 380 രൂപ അതിൻ്റെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കി. 3 കൂട്ട് പെയിൻ്റ് ആയിരുന്നു. പിന്നെ ബാറ്ററി പുതിയത് വാങ്ങിച്ചു വെച്ചു, അത് 320 രൂപ. പിന്നെ LED ബൾബൊക്കെ കൂടിയിട്ട് 10 രൂപ. അപ്പോൾ ഏകദേശം 800 രൂപയാണ് ഇതിന് എനിക്ക് ആകെ വന്ന ചിലവെന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോക്ക് അകത്തുള്ളത്. അപ്പോൾ ഈ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും പിന്നെ ലൈക്കും എന്തൊക്കെയുണ്ട് അതൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്